യിൽ സംഘടിപ്പിച്ച IKGSൻ്റെ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഓരോ മാസവും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാമെന്ന് സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ 4 എണ്ണമാണ് അതിൻ്റെ ഭാഗമായി പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. ഒന്ന് ജോയി ആലുക്കാസ് ഗ്രൂപ്പ് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് 300 കോടിയുടെ, പോസിറ്റീവ് ചിപ്പ് ബോർഡ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് കമ്പനി 51 കോടിയുടെ, പിന്നെ വുഡ് അലയൻസ് പാർക്ക് വുഡ് മാനുഫാക്ചറിങ് കണ്ണൂർ 60 കോടി, പിന്നെ ഇറ്റാലിയൻ കമ്പനി ഡൈനാമേറ്റഡ് ഹോളോഗ്രാം AI ടെക്നോളജി 800 കോടി പ്രൊജക്റ്റാണ്. ആദ്യഘട്ടം ഇപ്പോൾ തുടക്കം കുറിച്ചു. ഇതുകൂടാതെ 8 എണ്ണം ഈ മാസം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. അത്താച്ചി ലൈഫ് സ്റ്റൈൽ പ്രൊഡക്ട്സിൻ്റെ പാലക്കാട് 100 കോടി. സദർലൻഡിൻ്റെ ഒരു പ്രത്യേകത, അവർ 20 ഏക്കർ അല്ലേ, നേരത്തെ 25 ഏക്കർ നേരത്തെ ഏറ്റെടുത്ത് കിടന്നിരുന്നതാണ്. വർഷങ്ങളായി നിലച്ചു പോയതാണ്. അതിപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് IKGSൽ ഒപ്പുവെച്ചു. 1500 കോടിയുടെ പദ്ധതി, അത് ഈ മാസം തുടങ്ങും. പിന്നെ കല്യാണിൻ്റെ 500 കോടിയുടെ ഈ മാസം നിർമ്മാണം തുടങ്ങും. യാഷ സ്റ്റീൽ കമ്പനി പാലക്കാട് 110 കോടിയുടെ മെയ് മാസത്തിൽ തുടങ്ങും. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് അത് കൊല്ലം തൃശ്ശൂർ 200 കോടിയുടെ ഈ മാസം തുടങ്ങും. ഡെൽറ്റ അഗ്രിഗേറ്റ്സ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കാണ്, അത് പത്തനംതിട്ട ഈ മാസം അതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങും. പിന്നെ കൊച്ചി ഇന്ദ്രപ്രസ്ഥ 100 കോടിയുടെ ഈ മാസം തുടങ്ങും. ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് 150 കോടി ഇൻവെസ്റ്റ്മെൻറ്റ്, അതും ഈ മാസം തുടങ്ങും. അങ്ങനെ 2675 കോടിയുടെ ഈ മാസം തുടങ്ങും. 1211 കോടിയുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അങ്ങനെ 8, 4, 12 ഈ മാസം തന്നെ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് എത്തും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഓരോ മാസത്തെയും കണക്കുകളുണ്ട്. തൊട്ടടുത്ത മാസം തന്നെ 5 എണ്ണം തുടക്കം കുറിക്കാൻ കഴിയും. ബ്ലൂ സ്റ്റാർ റീറ്റെയിലേഴ്സ് ലിമിറ്റഡ് 600 കോടി, പിന്നെ അവിഗ്ന പ്രൈവറ്റ് ലിമിറ്റഡ് 100 കോടി, എയർപോർട്ട് ഗോൾഫ് വ്യൂ അത് ഹോട്ടൽസാണ് 127 കോടി, ബോർഡ് റബ്ബർ കൺവെയർ ബെൽറ്റ് മാനുഫാക്ചറിങ് 70 കോടി, പിന്നെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആലപ്പുഴയിലെ പ്രൊജക്റ്റ് 220 കോടി. അത് അടുത്ത മാസം ജൂണിൽ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് IKGSൻ്റെ തുടർ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ളത്. പിന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു മേൽനോട്ടം വഹിക്കാനായിട്ട് ഒരു ഉപദേശക സമിതി കൂടി രൂപീകരിച്ചിട്ടുണ്ട്. വ്യവസായ മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഈ സമിതിയിൽ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി വൈസ് ചെയർമാനും KSIDC മാനേജിംഗ് ഡയറക്ടർ അതിൻ്റെ കൺവീനറുമാണ്. അതിലിപ്പോൾ CII ചെയർമാൻ കേരള ചാപ്റ്റർ, ഫിക്കി കേരള ചാപ്റ്ററിൻ്റെ ചെയർമാൻ, ASSIAയുടെ പ്രസിഡൻറ്റ്, പിന്നെ KSIDCയിലുള്ള ഇൻവെസ്റ്റർ ഡയറക്ടേഴ്സായിട്ടുള്ള ഇൻഡസ്ട്രിയലിസ്റ്റ് ഡയറക്ടേഴ്സായിട്ടുള്ള C ബാലഗോപാൽ, അജു ജേക്കബ് MD സിന്തേറ്റ്, CJ ജോർജ് ജിയോജിത്ത് CMD, VK മാത്യൂസ് ചെയർമാൻ IBS, പിന്നെ വ്യാപാര വ്യവസായ വകുപ്പിൻ്റെ ഡയറക്ടർ, കിൻഫ്ര മാനേജിംഗ് ഡയറക്ടർ ഇവരടങ്ങുന്ന ഒരു ഉപദേശക സമിതി അത് എല്ലാ മാസവും ചേരുന്നതിനുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വിവിധ വകുപ്പുകളുമായിട്ടുള്ള ഏകോപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജൂൺ മാസത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിതല യോഗം ഇതുമായി ബന്ധപ്പെട്ട് ചേരുന്നതായിരിക്കും. ഇതാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇതിൻ്റെ ഭാഗമായി തന്നെ IKGSൽ വന്ന തിരുവനന്തപുരം ലൈഫ് സയൻസ് പാർക്ക്, അതിൽ 60 ഏക്കറിൽ തന്നെ ജിനോം സിറ്റി മോഡൽ ഹൈദരാബാദിൻ്റെ അതിൻ്റെക്കാളും അഡ്വാൻസ്ഡായ സ്റ്റേജിലുള്ള സംവിധാനം IKGSൽ പ്രൊപ്പോസൽ ഉണ്ടായിരുന്നു. 3600 കോടിയുടെ ജോയിൻറ്റ് വെഞ്ചറാണ്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞാൽ അവിടെ വരുന്ന കമ്പനികളുടെ നിക്ഷേപം കൂടി കണക്കാക്കിയാൽ അതൊരു 10,000 കോടി രൂപ വരെ വരാമെന്നാണ് കണക്കാക്കുന്നത്. ഒരു JV അത് IKGSൽ വന്നതും അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്.
തോന്നയ്ക്കലുള്ള കിൻഫ്രയുടെ പാർക്ക് അത് ഈ മാസം തന്നെ ഉദ്ഘാടനം ചെയ്യും. പിന്നെ ഇവിടെ തന്നെ തിരുവനന്തപുരത്തെ യൂണിറ്റി മാൾ അത് നവംബർ മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഇതാണ് പ്രധാനമായിട്ടും ഈ IKGS-മായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിൽ ചിലതിപ്പോൾ നിർമ്മാണം തുടങ്ങി, ചിലത് ചെറുതായ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ ഡൈനാമേറ്റഡ് ഒരു ഭാഗം പ്രവർത്തനം തുടങ്ങി. ബാക്കി ഈ അതിന് മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നതിന് 800 കോടിയാണ് അവർ നമ്മുടെ EOE വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം അത് ഞാൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. ലോകത്ത് ഇതുവരെ ഇല്ലാത്ത പുതിയ ടെക്നോളജിയാണ്. ഈ ഡൈനാമേറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. നിങ്ങൾ ഈ മറ്റ് പല ഇതിനും കുറച്ച് കൊടുത്ത വായനക്കാരുണ്ടോ? ഈ ജാക്കി ജാൻ്റെ സിനിമയുണ്ടല്ലോ, ആ ജാക്കി ജാൻ്റെ സിനിമയിലുള്ള എഫക്ട്സൊക്കെ അതിന് ഇവരാ ചെയ്യുന്നത്. ഞാൻ ലോഞ്ച് ചെയ്തപ്പോൾ ഒരു പുതിയ പേറ്റൻറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ ടെക്നോളജി നമ്മൾ സൂം മീറ്റിംഗ് നടക്കും. അപ്പോൾ നമ്മൾ നേരിൽ ഇതിപ്പോൾ ഈ ടെക്നോളജി ഉപയോഗിച്ചാൽ ഇപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഇരിക്കണ പോലെ ആയിരിക്കും. അതേപോലുള്ള ഫീലാണ് കിട്ടുക. പിന്നെ ഹോളോഗ്രാഫിക്സ് അറിയാമല്ലോ, ഒരു ചെറിയ ട്രാൻസ്പെറൻറ്റ് സ്ക്രീനാണ്. അവിടെ നമുക്ക് നേരിട്ട് ഇപ്പോൾ ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത് തന്നെ ഈ നടത്തുന്ന ഫീലോടുകൂടി എവിടെയും കൊടുക്കാൻ പറ്റുന്ന ടെക്നോളജി. അവരുടെ കോൺസെപ്റ്റ് ലോകത്തു നിന്നുള്ള എല്ലാ വിദഗ്ധർ, മ്യൂസീഷ്യന്മാർ, ഡയറക്ടേഴ്സ് അവർക്കൊക്കെ അവിടെ വന്നുള്ള വർക്ക് സ്പേസാണ്. അതിന് ആദ്യഘട്ടം തുടക്കം കുറിച്ചു. ബാക്കി ഉള്ളവരുടെയും ഇപ്പം നിർമ്മാണം തുടങ്ങിയതാണ് ഈ പറഞ്ഞ മറ്റ് കമ്പനികൾ. ചിലത് അതിവേഗത്തിൽ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ റീറ്റെയിൽ മാർക്കറ്റിൻ്റെ ഒപ്പുവെച്ച കൊച്ചിയിൽ തുടങ്ങുന്ന അവരുടെ എല്ലാം ഇപ്പോൾ കൊച്ചിയിൽ നമ്മുടെ പോർട്ടിൻ്റെ സൈഡിലുള്ളത് നേരത്തെ തുടക്കം കുറിച്ച് ഇപ്പോൾ അതിവേഗത്തിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റ് കമ്പനികൾ രണ്ടാം ഘട്ടത്തിൽ പറഞ്ഞത് ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയതാണ്. അതിൽ ഒരു കമ്പനി ഉദ്ഘാടനത്തിലേക്ക് ലോജിസ്റ്റിക് അവിഗ്ന ഉദ്ഘാടനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് കൂടാതെ തന്നെ മിക്കവാറും ഈ മെയിൽ തന്നെ ജൂണിൽ ആദ്യം കല്ലിടാവുന്ന രൂപത്തിൽ അദാനി ലോജിസ്റ്റിക് പാർക്ക് 70 കോടി കളമശ്ശേരി അതും കല്ലിടാവുന്ന രൂപത്തിലേക്ക് മറ്റ് പെർമിഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ കല്ലിടലിലേക്ക് പോകും. മുനിസിപ്പൽ പെർമിഷൻ മറ്റത് വേഗത്തിൽ കൊടുക്കാൻ നോക്കുന്നുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കല്ലിടലിലേക്കും പോകും. എന്തായാലും നല്ല വേഗതയിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് കൂടാതെ നമ്മളൊരു മൊബൈൽ ആപ്പ്, അത് നിങ്ങളുടെ സഹകരണം വേണം. ഞാൻ നേരത്തെ ലോഞ്ച് ചെയ്തിരുന്നു. അന്ന് പിന്നെ നമ്മുടെ രാജ്യത്ത് അന്തരീക്ഷം വേറെ രീതിയിൽ നിന്നതുകൊണ്ട് വേണ്ടത്ര ഒരു ആളുകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വ്യവസായത്തിന് ഭൂമി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അത് വിൽക്കാനാകാം, ലീസാകാം, റെൻറ്റിലാകാം, ഈ മൊബൈൽ ആപ്പിലേക്ക് അപ്ലോഡ് ചെയ്യാം. ഇത്ര സ്ഥലം, ഇപ്പോൾ 10 ഏക്കർ സ്ഥലം എൻ്റെ കയ്യിലുണ്ട്, ഇത് വ്യവസായത്തിന് ഇന്ന സ്ഥലത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. വ്യവസായികൾക്ക് ഭൂമി വേണമെങ്കിൽ അവർക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇത്ര ഭൂമി വേണമെന്നുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ ഷെയറിങ് പ്ലാറ്റ്ഫോമാണ്. ബാക്കി വില മറ്റ് കാര്യങ്ങളെല്ലാം അവർ തമ്മിലാണ്. ഇപ്പോൾ പലരും വരുന്നു, ഇപ്പോൾ വിഴിഞ്ഞത്ത് വേണം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് വേണം, പെട്ടെന്ന് സ്ഥലം കിട്ടുന്നില്ല. അപ്പോൾ അത്തരം സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. പിന്നെ കിൻഫ്രയ്ക്ക് ഇപ്പോൾ നമ്മൾ നെഗോഷിയേറ്റ് പർച്ചേസ് ചെയ്യാനുള്ള അധികാരം ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. റവന്യൂ വകുപ്പ് കിൻഫ്ര ഉൾപ്പെടെയുള്ളവർക്ക് നെഗോഷിയേറ്റ് ചെയ്ത് നിയമത്തിൽ അനുശാസിക്കുന്ന പോലെ തന്നെ നെഗോഷ്യബിൾ പർച്ചേസിനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. അപ്പോൾ വേഗത്തിൽ തന്നെ ആവശ്യമായ സ്ഥലം ഏറ്റെടുക്കാൻ അവർക്ക് കഴിയും എന്നാണ് കണക്കാക്കുന്നത്. അതല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഭാഗം. അതാ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നിർമ്മാണം തുടങ്ങിയത്, അതിന് പൈലറ്റായി പൂർത്തീകരിച്ചത്, ഈ മാസം കല്ലിടുന്നു. നമ്മൾ ഈ കാണേണ്ടത് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് EOE വന്നു. EOE നമ്മൾ ചിലത് MOU വരേണ്ടി വരും, ചിലത് നേരിട്ട് പോകേണ്ടി വരും. അവർ ഒരു പ്രപ്പോസൽ വച്ചിരിക്കുകയാണ്. ചിലത് നമ്മൾ ഈ IKGS-ൻ്റെ ഭാഗമായി 6 മാസത്തോളം നമ്മൾ പ്രിപ്പറേറ്ററി വർക്ക് ഉണ്ടല്ലോ, ആ പ്രിപ്പറേറ്ററി വർക്കിൽ റോഡ് ഷോ, കോൺക്ലേവുകൾ, അതുപോലെ തന്നെ റൗണ്ട് ടേബിളുകൾ, അതിൽ വന്ന് നമ്മളപ്പോൾ തന്നെ തുടങ്ങിക്കോണം പറഞ്ഞ ചില കാര്യങ്ങൾ, മറ്റ് പേപ്പർ വർക്കെല്ലാം നേരത്തെ നീങ്ങിയിട്ടുണ്ടാവും. ഇതിൽ ചിലത് അങ്ങനെ വരുന്നതാണ്. മറ്റുള്ളതിൻ്റെ പേപ്പർ വർക്കിൽ നീങ്ങുക, ലാൻഡ് ഉള്ളവർക്ക് പെട്ടെന്ന് തുടങ്ങാൻ കഴിയും.
അപ്പോൾ സാധാരണ വർഷങ്ങളോടെടുക്കുന്ന കാര്യത്തിൽ നമ്മളിപ്പോൾ സമയബന്ധിതമായി തന്നെ പോകുന്നുണ്ട്. ഒരു ഡാഷ്ബോർഡ് ഉണ്ട്, നിങ്ങൾക്കും അത് പൊതുവായ വിവരങ്ങൾ അതിനകത്ത് ലഭ്യമായിരിക്കും. അതിന് ഓരോന്നിനും ഓഫീസർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രത്യേക ടീം KSIDCയുടെ കീഴിൽ ഒരു പ്രത്യേക ടീം ഈ IKGS അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടി ഇപ്പോൾ ഉണ്ട്. അതൊന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യണമെന്നാണ് ഇപ്പോൾ കാണുന്നത്. വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോൾ ലാസ്റ്റ് സറഫ് ഗ്രൂപ്പിൻ്റെ ഒരു 5000 കോടി പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു. അവരായിട്ട് ഇന്നലെ വീണ്ടും ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അവരുടെ ഒരു ലോജിസ്റ്റിക് പാർക്ക് ആദ്യത്തേത് തുടങ്ങാനുള്ള ഒരു സ്ഥലത്തിൻ്റെ ഒരു ഫൈനലൈസേഷൻ ഉണ്ട്. ഇപ്പോൾ 60 ഏക്കർ ഇവരൊക്കെ ഇൻഫ്ര കണ്ടൊരു സ്ഥലമുണ്ട്. അതുകൂടാതെ അവർ ഒരു സ്ഥലം നോക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല. അവർ ഉദ്ദേശിക്കുന്നത് 10 ഏക്കറിലുള്ള കുറച്ച് ലോജിസ്റ്റിക് പാർക്കുകൾ ഒരു നിശ്ചിത ദൂര ഇടവേളയിൽ തുടങ്ങാമെന്നുള്ളതാണ്. അത് ഇന്നലെയും അതിൻ്റെ CEO ആയിട്ട് ചർച്ചയുണ്ടായിരുന്നു. വിഴിഞ്ഞം നല്ല പൊട്ടൻഷ്യൽ ഉപയോഗിക്കാൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. ഷറഫ് ഗ്രൂപ്പ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലോജിസ്റ്റിക് ഗ്രൂപ്പാണ്. സ്വന്തമായിട്ട് 10-12 കപ്പലുകളൊക്കെ ഉള്ള വലിയൊരു ഗ്രൂപ്പാണ്. അവരായിട്ട് ഇന്നലെയും ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. വലിയ ഈ വരുന്ന കമ്പനികൾ അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല. ചെറിയ ചില പ്രശ്നങ്ങൾ നേരത്തെ കണ്ടത്, അതിപ്പോൾ LSCD മിനിസ്റ്റർ പത്രസമ്മേളനത്തിൽ പറഞ്ഞില്ല, അവർ ചട്ടങ്ങൾ കുറച്ച് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് മാത്രമാണ്, അത് 1-2 കമ്പനികളുടെ മാത്രമേ വന്നിട്ടുള്ളൂ. ബാക്കി വല്ല പ്രശ്നങ്ങൾ വന്നിട്ടില്ല. നമ്മളിപ്പോൾ KSIFT ഇപ്പോൾ ഒരു 50 കോടി രൂപ വരെയാണെങ്കിൽ നേരെ തുടങ്ങാമല്ലോ. വലുതിനാണെങ്കിൽ നമ്മൾ ബ്യൂറോ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ ബ്യൂറോ രൂപീകരിക്കുന്നതോടുകൂടി അതിൻ്റെ നോട്ടിഫിക്കേഷൻ പോരും. വലിയ പദ്ധതികൾ അവർക്ക് അംഗീകാരം നൽകാം. പിന്നെ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോഷൻ്റെ ഒരു പ്രത്യേക സംവിധാനം രൂപീകരിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. വിവിധ വകുപ്പുകളെല്ലാം ചേരുന്ന ഒരു പ്രത്യേക സംവിധാനം കൂടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ ഒരു നിയമം വേണ്ടി വരുമായിരിക്കും. അതിൻ്റെ പണിപ്പുരയിലാണ്. എന്തായാലും ഇൻ പ്രിൻസിപ്പൾ അത് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു പ്രൊമോഷൻ ബോർഡ് സംവിധാനം CM അധ്യക്ഷനായിട്ടും ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ ചെയറുമായിട്ടുള്ള ഒരു സംവിധാനം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. അതൊരു നിയമരൂപത്തിൽ വരാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, ഇത് പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു. പക്ഷേ ഈ മറ്റേ പ്രശ്നങ്ങളൊക്കെ നിന്നുകൊണ്ട് വേണ്ടത്ര വന്നില്ല. 1745 കോടി നമ്മൾ ചെലവഴിച്ചു. ഇപ്പോൾ ടെൻഡർ ചെയ്തു 1400 കോടി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അത് നമ്മുടെ കമ്പനിയാണ്. നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനും കേന്ദ്ര പ്രതിനിധിയുള്ള കമ്പനി SPV ഉണ്ട്. എന്നാൽ വലിയ നേട്ടമാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ ഞാൻ അറിഞ്ഞിടത്തോളം, ഇവരാണ് ആ ബോർഡിലൊക്കെ പങ്കെടുക്കുന്നത്. അന്ന് പ്രഖ്യാപിച്ച 12 ഇതാണ് അല്ലേ ഏറ്റവും ഫാസ്റ്റായിട്ട് പോകുന്നു. ടെൻഡർ മൂവ് ചെയ്തത് ഇതിന് മാത്രമാണ്. കൺസൾട്ടൻറ്റ് വെച്ചു, ടെൻഡർ മൂവ് ചെയ്തു. അപ്പോൾ അത് സമയത്തിൽ തന്നെ നമുക്ക് പോകാൻ കഴിയും. 1400 കോടി രൂപയുടെ ടെൻഡറാണ് അത് അവരുടെ ഭാഗമാണ്. പക്ഷേ ത്രൂ SPV ആണ്. നമ്മൾ ലാൻഡ് നേരത്തെ രീതി, ആദ്യം നമുക്ക് 100 കോടി തന്നപ്പോൾ ആ വാല്യൂ ഉള്ള ലാൻഡ് നമ്മൾ SPVക്ക് കൊടുത്തു. അത് പിന്നെ ക്യാബിനറ്റ് വരെ പോയിട്ടാണ്. ഇപ്പോൾ നമ്മളത് മൊത്തം കിൻഫ്രയിലേക്ക് അധികാരപ്പെടുത്തി. ഇനി അവരുടെ ഫണ്ട് വരുന്ന മുറയ്ക്ക് കിൻഫ്രയ്ക്ക് തന്നെ ലാൻഡ് SPVയിലേക്ക് കൊടുക്കും. വേറെ ക്യാബിനറ്റിൽ വരേണ്ട നടപടിക്രമങ്ങളുടെ സമയമൊന്നും നഷ്ടപ്പെടുത്തേണ്ടതില്ല. കിൻഫ്രയെ തന്നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിഫ്റ്റ് സിറ്റി നമ്മൾ ഗ്ലോബൽ സിറ്റിയാക്കി മാറ്റിയെങ്കിലും യൂണിയൻ ഗവൺമെൻറ് അംഗീകാരം നൽകിയിട്ടില്ല. അത് സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് നടത്താം എന്നാണ് അവരുടെ ഒരു നിലപാടായി ഒടുവിൽ അറിയിച്ചത്. പക്ഷെ അതിനുള്ളൊരു പരിമിതി, അത്തരം സിറ്റികളുടെ ഒരു പ്രത്യേകത ഒരു ഇൻ്റർനാഷണൽ ജൂറിസ്ഡിക്ഷനാണ്. ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയാണ് നമ്മുടെ ഉള്ളത്. അപ്പോൾ അതിന് അത്തരം ഒരു സ്റ്റാറ്റസ് എങ്കിലും നമുക്ക് തന്നാലാണ് കുറച്ച് വിജയകരമായി പോകുള്ളൂ. എന്നാൽ അതല്ലെങ്കിലും ആ സ്ഥലം നമ്മൾ ഒരു മൾട്ടിപർപ്പസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഡെവലപ്പർമാർ ഉപയോഗിച്ചിട്ടോ ഒരു സിറ്റിയെ തന്നെ വികസിപ്പിക്കാനാണ് കണ്ടിട്ടുള്ളത്. അതിൻ്റെ ലാൻഡ് ഓണേഴ്സുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ കഴിഞ്ഞു. മിക്കവാറും 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഒരു അവസാന തീരുമാനം ഗ്ലോബൽ സിറ്റിയെ സംബന്ധിച്ച് എടുക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത്.
ഒരു ആ പ്രോസസ്സ് നടക്കുന്നുണ്ട്. അതിന് പിന്നെ കുറച്ച് സാങ്കേതികമായ വ്യക്തി വേറെ ഇത് ഒപ്പിട്ടണമല്ലോ. ഗവർണർ ഒപ്പിട്ട് നിയമമാവണം. നിയമം വന്ന് ഉടൻ തന്നെ റൂൾ വരണം. റൂൾ വന്നിട്ടാണ് അവരുടെ ഇതിലേക്ക് വരികയുള്ളൂ. അത് ഒന്നാണ് അവിടെ വന്നതെങ്കിലും അതിൽ കൂടുതൽ അതിന് ശേഷം വരുന്നുണ്ട്. അത് നിയമവും ചട്ടവും വന്നതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. മുഖ്യമന്ത്രിയുടെ എല്ലാ ജില്ലയിലും പ്രധാനമായിട്ട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. എല്ലാ എല്ലാം നമ്മുടെ ഇപ്പോൾ 2-3 ജില്ലയിൽ അവശേഷിക്കുന്നുള്ളൂ. ഒരു ഭാഗം ഇത് തന്നെ എടുത്ത് പറയുന്നത്. അത് നിങ്ങൾ കാണേണ്ട ഒരു ഭാഗം ഞാൻ മനോരമയെ കൂടി ആയതുകൊണ്ട് പറയാം. നമ്മൾ ഈ രജിസ്ട്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദ്യം രജിസ്ട്രേഷൻ 2021 ബിലോ 80,000 ആയിരുന്നു. 74,000 ശിഷ്ടമറ്റോ ആയിരുന്നു. ഇപ്പോൾ 15.25 ലക്ഷമാണ്. എല്ലാം പറയണത് ഉദ്യം രജിസ്ട്രേഷനിൽ ഈ മാറ്റം വന്നുകൊണ്ടാണ് ഇത്രയും നമ്പർ. അങ്ങനെയാണെങ്കിൽ 14 ലക്ഷം പുതിയ സംരംഭങ്ങൾ ഉദ്യം രജിസ്ട്രേഷൻ വന്നാൽ കേരളത്തിൽ വന്നു എന്നുള്ളതാണ്. അതല്ല, കാരണം 2021 ട്രേഡൊക്കെ രജിസ്ട്രേഷനിലേക്ക് വന്നു. നിലവിലുള്ള പലതും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ 3.0 കഴിഞ്ഞു. 3 വർഷത്തെ പൂർത്തീകരിച്ചപ്പോൾ 3.25 ലക്ഷം പുതിയ സംരംഭങ്ങൾ, 3,53,53 മറ്റു പുതിയ സംരംഭങ്ങൾ, 7.25 ലക്ഷത്തോളം തൊഴിൽ, 23,000 കോടിയിലധികം നിക്ഷേപമുണ്ടായി. ഇപ്പം നമ്മൾ ആ സ്കീം റാമ്പ് സ്കീമിലേക്ക് മാറ്റാണ്. പുതിയൊരു 500 പേരെ, നേരത്തെ നമ്മൾ ആദ്യം ഇന്ത്യൻസ് ആയിരുന്നു, പിന്നെ അവർ എക്സിക്യൂട്ടീവ് ആക്കി. അവരുടെ പീരീഡ് കഴിഞ്ഞു. അവർക്കെല്ലാം നമ്മൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ കൊടുത്തു. ഇപ്പോൾ റാമ്പ് വഴി, പുതിയ സ്കീം വഴി ഒരു 500 പേരെ കൂടി എടുക്കുന്നുണ്ട് പുതുതായി. മറ്റവരുടെ കഴിഞ്ഞു, പുതുതായിട്ട് അവർ 2-3 പഞ്ചായത്തുകളുടെ ഏകോപനം ഉണ്ടായിരിക്കും. ഇതിനകത്ത് നമ്മൾ കൺസൾട്ടൻസിന് എടുക്കുന്നുണ്ട്. ഈ റാമ്പിൻ്റെ ഭാഗമായി IKGS വേണ്ടി റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ വിട്ടേക്കണേ. അപ്പം അതിൽ ഒരു കാര്യം കൂടി, നമ്മൾ നേരത്തെ എടുത്തപ്പോഴൊന്നും കോൺട്രാക്റ്റിൽ ഇപ്പോൾ സംവരണം ഒന്നും പറയുന്നില്ലെങ്കിൽ ഇപ്പോൾ എടുക്കുമ്പോൾ പരമാവധി സംവരണം കൂടി നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സംവിധാനം വരുന്നു. ഇതിന്ന് തന്നെ ഇപ്പോൾ ഇനി ഞങ്ങൾ നോക്കുന്നത് ഇപ്പോൾ മിഷൻ 1000 നന്നായി പോകുന്നുണ്ട്. അടുത്തതായിട്ട് ഈ വന്നതിൽ ഒരു 1 കോടി ടേൺ ഓവറിലേക്ക് എത്തിക്കാൻ പറ്റുമോ? നാനോ നമ്മൾ നോക്കിയൊരു 3.5 ലക്ഷം വന്നല്ലോ. ഒരു 10,000 നമുക്ക്, ഞങ്ങൾ ഫൈനലായിട്ടില്ല, നിങ്ങൾ ചോദിച്ചുകൊണ്ടും പറയണം, 1 കോടി ടേൺ ഓവറുള്ളതാക്കി നാനോ മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു സ്കീം ഇതിൻ്റെ തുടർച്ചയിൽ നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്നലെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിനും എടുത്തു പറഞ്ഞൊരു ഭാഗം, വ്യവസായത്തെ സംബന്ധിച്ച് കേരളത്തെക്കുറിച്ചുണ്ടായിരുന്ന ധാരണ മാറി. വ്യവസായ സൗഹൃദത്തിൽ നല്ല ഒന്നാമതായി പൊതുവെ നല്ല രീതിയിലുള്ള നിക്ഷേപം വരുന്ന രീതിയിലേക്ക് വന്നു. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആഭ്യന്തര വരുമാനത്തിലുള്ള വർധനവിലെല്ലാം തന്നെ അത് പ്രതിഫലിക്കുന്നുണ്ട്. അതല്ലേ പ്രധാന നേട്ടമായിട്ട് പറയുന്നത്. കാരണം നമ്മൾ കാണേണ്ടത് ഈ പറയുന്നതെല്ലാം വ്യവസായത്തിന് വേണ്ടിയുള്ളത് കൂടിയാണ്. ഇപ്പോൾ വിഴിഞ്ഞം വരുന്നു, അത് ഇന്ത്യയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പൊട്ടൻഷ്യലാണ്. നമുക്ക് വ്യവസായത്തിന് വലിയ സഹായകരമായിരിക്കും. ഇതിൻ്റെ ഭാഗമായിട്ട് മാനുഫാക്ചറിങ് ക്ലസ്റ്റർ വരും. ദേശീയപാത പൂർത്തീകരിച്ചാൽ ഇതിനേക്കാളും ഇപ്പോൾ വ്യവസായം വരുമ്പോൾ ഞങ്ങൾ സബ്മിറ്റ് നടത്തി നിയമം മാറ്റിക്കൊണ്ട് മാത്രം വ്യവസായം വരില്ല. നല്ല റോഡുണ്ടോ, നല്ല തുറമുഖമുണ്ടോ, നല്ല കണക്ടിവിറ്റി ഉണ്ടോ, പൈപ്പ് ലൈൻ വഴി പെട്ടെന്ന് നിങ്ങൾക്ക് CNG കിട്ടുന്നുണ്ടോ, മറ്റ് സൗകര്യം കിട്ടുന്നുണ്ടോ, മറ്റ് റോ മെറ്റീരിയൽ എത്തിക്കാൻ പറ്റുമോ, പ്രൊഡക്റ്റ് കൊണ്ടുപോകാൻ പറ്റുമോ, ഇതെല്ലാം നല്ല രീതിയിൽ വന്നാലേ കൂടുതൽ വ്യവസായം വരുള്ളൂ. നമ്മളിപ്പോൾ IKGS കൂടി സഹായകരാണ്. ഞങ്ങൾ IKGS അവതരിപ്പിച്ച നമ്മുടെ കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഒന്നുകൂടി എടുത്തു പറയുന്നത് കേരളത്തിൻ്റെ ഒരു വലിയ പദ്ധതികളല്ലേ. വിഴിഞ്ഞം പോലൊരു പദ്ധതി കേരളത്തിൻ്റെ 1ാമത്തെ പദ്ധതിയാണ്. ഇപ്പോൾ ദേശീയപാത വീതി കൂട്ടി. അപ്പോൾ നിയമസഭയിൽ നിങ്ങൾ ആ ചർച്ച ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അജിതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഈ 2013 നിയമം കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എല്ലാ മറുപടിയും പറഞ്ഞല്ലോ.
ഒരാളും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ സീറ്റിലല്ലേ ഇരുന്നുള്ളൂ. അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് ആരെങ്കിലും പറഞ്ഞോ? ഇനി ഞാനൊരു കാര്യം കൂടിയും പറയാം. നിങ്ങളെല്ലാം കുറേ കാലത്തെ അനുഭവമുള്ള പത്രപ്രവർത്തകരായതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ട് ഒരു ചോദ്യോത്തരം. ജി സുധാകരൻ എന്ന പഴയ PWD മിനിസ്റ്ററോട് പറവൂർ MLA ചോദിക്കുന്നുണ്ട്. ഈ മുത്തുകുന്ന് മുതൽ എടപ്പള്ളി വരെ 30 മീറ്റർ വീതിയിൽ എടുത്തിട്ട് കുറേ കാലമായി ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അവിടെ വീതി കൂട്ടുമ്പോൾ ഒരു പ്രത്യേക പരിഗണന വേണ്ടേ? അത് ജെനുവിൻ ക്വസ്റ്റ്യനാണ്. അത് ഞങ്ങളും ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ്. പക്ഷെ അതിലൊരു ഭാഗം ആദ്യത്തെ ഫാക്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 30 മീറ്ററിന് സ്ഥലം എടുത്തിട്ട് വർഷങ്ങളോളം കിടന്നു. അന്ന് 45ഓ 60ഓ തർക്കമൊന്നും ഇല്ലാതിരുന്നൊരു കാലം. അവിടെയും ഇവിടെയും ഒരേ പാർട്ടി ഭരിച്ചിരുന്നൊരു കാലം. സ്ഥലം എടുത്തിട്ട് അന്ന് ഈ നഷ്ടപരിഹാരത്തെ പ്രശ്നം സ്ഥലം എടുത്തിട്ടിരുന്ന കാലം. എന്നിട്ട് പോലും ഒന്നും നിർമ്മിക്കപ്പെട്ടില്ല. അപ്പോഴാണിപ്പോൾ വേഗത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വരുന്നു. പൂർത്തീകരിക്കാൻ കഴിയും എന്ന് നല്ല പ്രതീക്ഷ വന്നു. പോയ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ചെറിയ ഒരു പ്രശ്നം വന്നു. അത് അവർ പരിശോധിക്കുന്നുണ്ടല്ലോ, എന്താണ് സംഭവിച്ചതെന്നുള്ളത് പരിശോധിക്കും. പക്ഷെ ബാക്കി സ്ഥലങ്ങളിലുള്ള മാറ്റം നോക്കിക്കോളൂ നിങ്ങൾ. പോയവർക്കറിയാലോ അത്ര റോഡിൻ്റെ മാറ്റം. അത് വന്നാൽ പൂർണ്ണമായി കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി വ്യവസായങ്ങൾ വരും. ഇനിയിപ്പോൾ നമ്മുടെ ദേശീയപാത അതുകൂടി വന്നു കഴിഞ്ഞാൽ വ്യവസായം കൂടുതൽ വരും. അതിന് ചുറ്റുമെല്ലാം വ്യവസായം വരും. അപ്പം അതെല്ലാം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. നമ്മൾ ഇൻ പ്രിൻസിപ്പിൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ അവർക്ക് ആവശ്യം ഒരൊറ്റ പോയിൻ്റാണ് അതിനകത്ത്. ഈ ടൂറിസത്തിനുള്ള ഇലക്ട്രിസിറ്റി താരിഫ് ഇപ്പോൾ അത് കമേഴ്സ്യലിലാണ്. അപ്പോൾ നമ്മളൊരു പ്രൊപ്പോസൽ ഫൈനലായിട്ട് KCBയിൽ നിന്ന് കൂടി അംഗീകാരം കിട്ടുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ ഒരു താരിഫാക്കണം എന്നൊരു ITK കൊടുക്കുന്ന രൂപത്തിൽ താരിഫാക്കണമെന്നുള്ള പ്രൊപ്പോസൽ വ്യവസായ വകുപ്പ് കൊടുത്തിട്ടുണ്ട്. ആ സ്റ്റാറ്റസിലേക്ക് കൊടുക്കണം തന്നെയാണ് സർക്കാരിൻ്റെ ഇൻ പ്രിൻസിപ്പിൾ അത് അംഗീകരിച്ചിട്ടുള്ളതാണ്. ടൂറിസം ഇൻഡസ്ട്രിയുടെ ആവശ്യം ഈ താരിഫിൻ്റെ ഒരു പ്രശ്നമാണ്. അത് KSEBക്ക് ഞങ്ങളത് ശുപാർശ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി KSEBയുടെ ഒരു ഇതുകൂടി വന്നാൽ അത് എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ ഒരു കാര്യം ഉറപ്പായല്ലോ, ഇനിയും ക്യാപ്റ്റൻ ഇത് തന്നെ വരുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടെ സംശയം. ഞാൻ മനോരമയുടെ റാങ്കിങ് നോക്കി. നിങ്ങൾ നൽകിയാൽ ഞങ്ങൾക്ക് 50% മുകളിലുണ്ട്. നേരത്തെ റാങ്കിങ് ഉണ്ടല്ലോ 7, 6, 6, 3.5. അപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ പോലും ഒരു 50-55% മനോരമ പോലും ഈ ഗവൺമെൻറ് നൽകിയെന്ന് പറഞ്ഞാൽ, അല്ല നിങ്ങൾ മനോരമ നോക്കിയിട്ടല്ലേ പ്രസിദ്ധീകരിക്കുള്ളൂ. നമ്മളെല്ലാവരും വിദഗ്ധരെ തിരഞ്ഞെടുക്കും സ്വതന്ത്രമായി. അപ്പോൾ നിങ്ങൾ പ്രസിദ്ധീകരിച്ചേ പോലും ഞങ്ങൾ മറ്റേവർ പറഞ്ഞ പോലെ പാസ് മാർക്ക് ഇല്ല എന്നുള്ളതല്ല നിങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് തരക്കേടില്ലാത്ത മാർക്ക് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ്റിനാകെ. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ ചോദ്യം വളരെ കൃത്യമാണല്ലോ, ഇതങ്ങനെ തുടരും എന്നതാണല്ലോ. ഇപ്പോൾ കേരളത്തിലാകെ ഒരു തുടരും ഇങ്ങനെ നിൽക്കുന്ന സമയമാണല്ലോ. അപ്പോൾ ഇത് ഗവൺമെൻറ് തുടരും എന്നുള്ളത് ജനങ്ങളുടെ അഭിപ്രായമായി വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മാധ്യമപ്രവർത്തകർ ശരിക്കും നിങ്ങളുടെ ഒരു പ്രതിഷേധമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതാണ്. നിങ്ങൾ കൈക്കൂലി വാങ്ങിയിട്ടാണ് വാർത്ത കൊടുക്കണമെന്ന് ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പത്രസമ്മേളനത്തിൽ അധിക്ഷേപിച്ചിട്ട് നിങ്ങൾ എത്ര നിഷ്കളങ്കരായിട്ടാണ് ഇരിക്കുന്നത്? എല്ലാവരും ചോദിച്ചു. പരസ്യമല്ലാതെ പത്രങ്ങൾക്ക് പണം നൽകിയിരിക്കുന്നു, അതുകൊണ്ടാണ് നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരാളും കേരളത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. കേരളത്തിൽ പത്രക്കാർക്ക് പരസ്യം കൊടുക്കും. പരസ്യം കൊടുത്താൽ തന്നെ നമ്മൾ IKGSന് പരസ്യം കൊടുത്തല്ലോ. പക്ഷേ ചിലരൊക്കെ എഴുതിയത് എങ്ങനെയായിരുന്നു? പരസ്യം നമ്മൾ കൊടുക്കും. പക്ഷേ നിങ്ങൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു, ഇപ്പോൾ സായിനാഥൊക്കെ പെയ്ഡ് ന്യൂസും അതുപോലെ ടൈംസ് ഓഫ് ഇന്ത്യ അഡിറ്റോറിയലൊക്കെ തുടങ്ങിയ ഘട്ടത്തിലും കേരളത്തിൽ അങ്ങനെ പണം വാങ്ങിയിട്ടൊന്നുമില്ല. ഇടതുപക്ഷ വിരുദ്ധത ഉള്ളതുകൊണ്ട് ഒന്നുമില്ലാതെ തന്നെ എഴുതുന്ന ഒരു ശീലമുള്ള നാടാണ് കേരളം. പക്ഷേ ഇങ്ങനെ സംഗതി നിങ്ങൾ ഗൗരവത്തിൽ കാണണം എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ. പാർട്ടിക്കാർ വിലയിരുത്തുന്നില്ല. ഇപ്പോൾ 1-2 ഏഷ്യാനെറ്റൊക്കെ ഇപ്പോൾ ഒരു പുതിയ നിർമ്മിതി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ടു, ഞങ്ങളെന്തൊരു ത്രയം ഇറങ്ങിയിരിക്കുന്നു. ഞങ്ങൾ പണ്ടേ ഒരു ത്രയമുണ്ട്. പക്ഷെ ഇതൊക്കെ പാർട്ടിക്കകത്തുള്ളതാണ്. നിങ്ങളിപ്പോൾ എന്ത് വിചാരിച്ചാലും ഈ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ന് കണ്ടില്ലേ, മറ്റേ മുഖ്യമന്ത്രി ഒരു ദിവസം പനിയായി, അദ്ദേഹം എല്ലാ പരിപാടിയും റദ്ദ് ചെയ്തു. അപ്പോൾ ഉടൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും മറ്റ് പൊതുമരാമത്ത് മന്ത്രിയും തർക്കം, അതുകൊണ്ട് മുഖ്യമന്ത്രി
പരിപാടിയിൽ നിന്ന് വിട്ടു നിന്നു. അന്ന് അദ്ദേഹം, അപ്പം നമ്മളിത് കൊടുക്കുമ്പോൾ അന്ന് അദ്ദേഹത്തിന് എത്ര പരിപാടി ഉണ്ടായി? അദ്ദേഹം ഈ പരിപാടി മാത്രമാണോ ഉപേക്ഷിച്ചത്? അത് നമ്മൾ സാധാരണ ഒരു വാർത്താ കൗതുകത്തിൽ അന്വേഷിക്കില്ലേ? ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്നില്ല. ഞങ്ങളൊരു ടീമായിട്ട് പോവല്ലേ. ഇപ്പം ഞാൻ പറഞ്ഞ വ്യവസായ വകുപ്പിന് മെച്ചമുണ്ടാക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഒന്ന്, റവന്യൂ വകുപ്പിൻ്റെ സഹായം വേണം, LSTയുടെ സഹായം വേണം, KSEBിയുടെ സഹായം വേണം, ധനവകുപ്പിൻ്റെ സഹായം വേണം. വ്യവസായ വകുപ്പിന് ലൈസൻസ് കൊടുക്കാൻ ഒന്നിനും അധികാരമില്ലല്ലോ. ഇതിനെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഇടപെടൽ വേണം, എങ്കിൽ മാത്രമേ സാധ്യമാവുള്ളൂ. ഇപ്പോൾ സാധ്യമായത് തന്നെ ഞങ്ങളുടെ അടിത്തറ എന്തായിരുന്നു? കഴിഞ്ഞ ഗവൺമെൻറ് കുറേ നിയമം മാറ്റി. ഇപ്പോൾ ഒരു നിയമത്തിൽ നമ്മൾ മാറ്റം വരുത്തിയില്ല. അപ്പോൾ ഇതാ ഒരു നല്ല ബോണ്ടുള്ള ഒരു ടീമാണ്. നേരത്തെ നിങ്ങൾ പറഞ്ഞ ഈ ടീം മോശമാണെന്ന് തോന്നി. ഇപ്പോൾ ടീം തിരക്കിയിട്ടുണ്ടല്ലോ. ഈ ടീമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രെഡിറ്റ്, ഇത് കൂട്ടായ ക്രെഡിറ്റാണ്. ക്രെഡിറ്റ് എല്ലാവർക്കും ഉള്ളതാണ്. ഈ മന്ത്രിസഭയ്ക്കാകെ മുന്നണിക്കാകെ ഉള്ള ക്രെഡിറ്റാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ചോദിക്കാം. സ്വാഭാവികമായിട്ടും പത്രപ്രവർത്തകർ ഇത് ആരുടെയൊക്കെയാണ് ഫണ്ട്, എല്ലാവരും ഇല്ലേ? പക്ഷെ കൊടുത്തതെന്താ? ഞാൻ പറഞ്ഞത് അത് വസ്തുതാവിരുദ്ധമാണ് എന്നതാണ് ഞാൻ പറഞ്ഞത്. മറ്റ് ഫണ്ടിൻ്റെ കാര്യം ഞാൻ അതിൻ്റെ തീ വരുന്നില്ല. ഞാൻ പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണല്ലോ. ഇപ്പം ഞങ്ങളുടെ പരിപാടികളെല്ലാം നോക്കും, ഞങ്ങളെല്ലാം ഒന്നിച്ച് നല്ല രീതിയിൽ ടീമായിട്ടാണ് പോണത്. ഒരു പ്രത്യേകത, ഞങ്ങളെല്ലാം ഒരേ കാലത്ത്, മിക്കവാറും ആളുകൾ ഒരേ കാലത്ത് വിദ്യാർത്ഥി യുവജന സംഘടന, അതും മറ്റ് മുന്നണി പാർട്ടിപ്പെട്ടവരായാലും ഞങ്ങളുള്ളവരൊക്കെ ഒരു ടീമായിട്ട് തന്നെയാണ്. അപ്പോൾ അത് നന്നായി മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലാണല്ലോ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഈ വകുപ്പുകളെല്ലാം ഇങ്ങനെ കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഞങ്ങൾക്ക് സഹായം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ ഒന്നും നിങ്ങൾക്ക് പൊതുവെ പറയാനില്ല. എല്ലാം പത്രങ്ങളും തരക്കേടില്ലാതെ ഈ ഗവൺമെൻറ്റിന് മാർക്ക് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നു എന്ന് പൊതുവായി വന്നിട്ടുണ്ട്. തുടരും എന്ന് ഒരു പൊതുബോധം ശക്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വന്നപ്പോൾ ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ? ഞാൻ പറയും, ആ വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി. ഇത് ഒരു പരിപ്പും വേഗമാവുന്ന വെള്ളമൊന്നും ഇവിടെ ഇല്ല. ഈ LDF പോലെ ഇത്രയും നല്ല ശക്തിയുള്ള, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ്. ഒരു ചെറിയ തർക്കങ്ങൾ പോലും ഒരു പ്രശ്നത്തിലില്ലാതെ പോകുന്നു. ചർച്ചകളുണ്ടാവും, സ്വാഭാവികമാണ്. അഭിപ്രായങ്ങൾ വരും, തീരുമാനത്തിലെത്തും, തീരുമാനത്തിൽ എല്ലാവരും ഉറച്ചു വെക്കും. ദിസ് ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് ടീം. വേറൊന്നുമില്ലല്ലോ. അത് നിങ്ങളൊരു ഭാഗമല്ലേ കാണുന്നുള്ളൂ. ഇത് ഒരു ചെറിയ 2 സ്ഥലത്തും തർക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ആ തർക്കം, ഇത് ചെറിയൊരു സ്ഥാപനമാണ്, വലിയ സ്ഥാപനം, ചെറിയൊരു സ്ഥാപനമാണ്. കഴിഞ്ഞ ഗവൺമെൻറ് സമയത്ത് ആരംഭിച്ച പദ്ധതിയെക്കുറിച്ചാണ് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വന്ന ചെയർമാനും മാനേജിങ് ഡയറക്ടറും ആരാണ് കുഴപ്പക്കാരെന്ന് നോക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 2 പേരും മാറ്റി. ഞങ്ങളിപ്പോൾ OST ചെയർമാനാക്കി, മറ്റൊരു ആൾ എൻ്റെ MD ആക്കി ചാർജ് കൊടുത്തു. OSTയോട് അത് സംബന്ധിച്ച് പൂർണ്ണമായി നടന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെ അവിടെ സന്ദർശിച്ച് പരിശോധന നടത്തുന്നുണ്ട്. അത് ഒരു തർക്കം 2 പേരും തമ്മിൽ വന്നു. അത് പൊതുവേ നമ്മുടെ സ്ഥാപനങ്ങളുള്ള രീതിയല്ല. അപ്പം നമ്മൾ 2 പേരും അങ്ങ് മാറ്റി, നല്ല രീതിയിൽ അങ്ങ് പോകും. അപ്പം നല്ല ടീമായി. ഇത് ചെറിയ സ്ഥാപനം, ഈ പനനൊങ്കും ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് പരമ്പരാഗത മേഖലയ്ക്ക് വേണ്ടി കൊണ്ടുവന്ന സ്ഥാപനമാണ്. അപ്പോൾ അതിൽ ആകെ 12-13 പേരുള്ളൂ. അതിൽ കുറച്ച് പേര് ചെയർമാൻ്റെ കൂടെ, കുറച്ച് പേര് ഡയറക്ടർ. അതൊന്നും നമ്മുടെ ഗവൺമെൻറ് അനുവദിക്കില്ല, ആരാണെങ്കിലും അനുവദിക്കില്ല. അതുകൊണ്ട് 2 പേരെ അങ്ങ് മാറ്റി. അത് പറഞ്ഞല്ലോ, അതൊരു അവരുടെ റിപ്പോർട്ട് നോക്കുന്നുണ്ട്. റിപ്പോർട്ടിൻ്റെ അടിസ്ഥാന നടപടി സ്വീകരിക്കും. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഗൗരവമായി തന്നെ കാണുമല്ലോ. നല്ല രീതിയിൽ ദേശീയപാതയ്ക്കും അവരുടെ ഒരു ക്വാളിറ്റി മെക്കാനിസം ഉണ്ട്. നമ്മളതിനോട് ചേർന്നിട്ടാണ് നിൽക്കുന്നത്. ഇതിനാവശ്യമായ പരിസരമാണല്ലോ ഗവൺമെൻറ് ഒരുക്കുന്നത്. ചിലർ വലിയ സന്തോഷത്തോടെ പറഞ്ഞു, ഇതിനെന്താ ഫ്ലെക്സ് വയ്ക്കാതെ തകർന്നപ്പോൾ, മറ്റേതിന് ഫ്ലെക്സ് വെച്ചല്ലോ. എന്നുവെച്ചാൽ ഫ്ലെക്സ് എന്തിനാണ് വയ്ക്കുന്നത്? ഫ്ലെക്സ് വെച്ചത് ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിന് ഞങ്ങളുടെ ഭാഗം എന്താ? ഞങ്ങളുടെ ഭാഗം സ്ഥലം ഏറ്റെടുക്കൽ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞല്ലോ, അതിന് ഫണ്ട് കൊടുത്തു. ഇപ്പോൾ ഞങ്ങൾ ജിയോളജി, ഇനി വരുന്ന പദ്ധതികൾ, ഇപ്പോൾ പ്രഖ്യാപിച്ച പദ്ധതികൾക്കെല്ലാം ഞങ്ങൾ മിസ്റ്റർ ഗഡ്കരിയെ അവിടെ പോയി കണ്ടു. അപ്പോൾ അദ്ദേഹം പ്രഖ്യാപനം IKGS നടത്തി. ഇനി വരുന്ന
മെറ്റൽ, കരിങ്കല്ല് എല്ലാത്തിൻ്റെയും റോയൽറ്റി നമ്മൾ ഒഴിവാക്കി കൊടുത്തു പൂർണ്ണമായിട്ടും. 5 ഹെക്ടർ വരെ മണ്ണെടുക്കാൻ ഒറ്റയടിക്ക് അനുമതി കൊടുക്കാനുള്ള തീരുമാനം കൊടുത്തു. അവരാവശ്യപ്പെട്ടാൽ അത് ഗവൺമെൻറ് ചെയ്യുന്ന പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ ഭൂമി വിലയുടെ 25% പഴയ പദ്ധതിക്ക് കൊടുത്തു. നിർമ്മാണം ആളുകളെ ഏൽപ്പിക്കുന്നതും എല്ലാം NHAI ആണ്. അവർ നിർമ്മാണം നടത്തുമ്പോൾ പ്രായോഗികമായി വരുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് അവർക്കുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ യോഗം വിളിച്ച് ആ ബുദ്ധിമുട്ട് പരിഹരിച്ച് ആ നിർമ്മാണം കൊണ്ടുപോകും. നിർമ്മാണത്തിൻ്റെ നേരിട്ടുള്ള മേൽനോട്ടം അവരുടെ സംവിധാനത്തിനാണ്. പക്ഷെ ഇങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് അവർ ശ്രദ്ധപ്പെടുത്തി അവർ റിപ്പോർട്ട് കിട്ടി നല്ല രീതിയിൽ തന്നെ അതിനകത്ത് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അജിത് എന്തെങ്കിലും വന്നോ പുതിയത്? ഓക്കെ, താങ്ക് യു. ഇന്നലെ ആഭ്യന്തര വകുപ്പോട് കൂടിയുള്ള മുഖ്യമന്ത്രി അത് വളരെ വ്യക്തമായി തന്നെ കോഴിക്കോട് വിശദീകരിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ കാണേണ്ടത് ഇപ്പോൾ ചാരിറ്റി പറയും പോലീസ് എങ്ങനെയാണ്, പോലീസ് എങ്ങനെ. ഇപ്പോൾ കോട്ടയത്തുണ്ടായ മോഷണം കണ്ടില്ലേ, എത്ര പെട്ടെന്ന് പോലീസ് പ്രതികളെ പിടികൂടി. പല സൈബർ കുറ്റകൃത്യങ്ങൾ വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ പ്രതികളെ പിടികൂടുന്ന സംവിധാനം നമ്മുടേതാണല്ലോ. പിന്നെ സമൂഹത്തിൽ എല്ലാ വിഭാഗങ്ങളും ഉള്ളതുപോലെ പോലീസിലും ആനുപാതികമായിട്ട് എല്ലാ വിഭാഗങ്ങളും ഉണ്ടാവും. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ആളുകൾ അവരുടെ തനി സ്വഭാവം പോലീസ് കാണിച്ചാൽ ഗവൺമെൻറ് കർക്കശമായി നടപടി സ്വീകരിക്കും. അത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ് ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. അതാണ് ഇന്നലെയും മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. ഓക്കെ, താങ്ക് യു.